കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒഡീഷയിലെ ഫുട്ബോളിംഗ് അന്തരീക്ഷം അത്ര നല്ലതല്ല. കാലാവസ്ഥയും ഒന്ന് ഇരുണ്ടുമൂടി തണുത്ത മട്ടാണ്. എന്തായാലും ഇന്റർകാശിക്കെതിരെയുള്ള ഈ ഒരു മത്സരത്തിന് ശേഷം അവരങ്ങനെ അസ്തമിക്കില്ല എന്നുള്ളതിന്റെ ഒരു ചെറിയ സിഗ്നൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ സീസണിലെ ആദ്യത്തെ ഗോൾ രഹിത സമനിലയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഒട്ടും വൈകാതെ ഇന്റർകാശി നിൽ ഒഡീഷ നിൽ എന്ന ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സീസൺ തുടങ്ങുന്നു, ഇവിടെ റെലഗേഷൻ ഉണ്ടാവും എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് 2 ടീമുകളാണ്. ഒന്ന് മുഹമ്മദനും രണ്ടാമത് ഒഡീഷയും. മുഹമ്മദൻ ഓബിയസ്ലി എന്തുകൊണ്ടാണെന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ കപ്പ് കളിക്കാത്തൊരു ടീം, പ്രീ സീസൺ ഇത്രയും വൈകി സ്റ്റാർട്ട് ചെയ്തൊരു ടീം, അവർക്ക് ആ സ്റ്റേഡിയം ലഭിക്കുമോ, ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാവുമോ എന്നൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. മാത്രമല്ല കാർലോസ് ഡെൽഗാഡോ മാത്രമാണ് ഒരു ഫോറിൻ പ്ലെയർ ആയിട്ട് അവിടെ ഉള്ളത്. പുള്ളിയും ചിലപ്പോൾ പോകുന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചിരുന്നു. എന്നിട്ട് ആ ഒരു ട്രാൻസ്ഫറിൽ ഒരു യൂ ടേൺ ഒക്കെ സംഭവിക്കുകയുണ്ടായി. എന്തായാലും പിന്നീട് ഒരു പുതിയ കോച്ചിങ് സ്റ്റാഫ് വരുന്നു, പുതിയ ഹെഡ് കോച്ച്, പുതിയ അസിസ്റ്റന്റ് കോച്ച്. അങ്ങനെ മൊത്തത്തിൽ അടിമുടി ഒരു മാറ്റത്തിലാണ് ഇങ്ങനൊരു സീസണിനെ ഒഡീഷ അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ എങ്ങനെ അവർ ഇത്രയും ഒരു ചെറിയ പ്രിപ്പറേഷൻ ടൈമിൽ ബാക്കിയുള്ള ടീമുകളായിട്ട് മുട്ടി നിൽക്കും. ആദ്യത്തെ മത്സരവും പോസ്റ്റ്പോണ്ട് ആയത് നമുക്കറിയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ക്ലബ്ബ് ആ ഒരു പ്രിപ്പറേഷൻ ടൈം അവരെ എത്രത്തോളം അഫക്ട് ചെയ്യും. കാരണം യൂഷ്വലി നമുക്കറിയാം, ഒരു കോച്ച് വരുമ്പോഴോ ഒരു പുതിയ സിസ്റ്റം ഡിപ്ലോയ് ചെയ്യാനാണെങ്കിലും അതിൻ്റെതായ സമയം വേണം. ലൈക്ക് അവർക്കൊരു ടീമായിട്ടൊന്ന് ഇടപഴകാനും ആ പ്ലെയേഴ്സിനെ മനസ്സിലാക്കാനും ഒക്കെ കുറച്ച് ടൈമിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ഇന്ന് ഒഡീഷയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ അങ്ങനെ ഒരുപാട് കാലം പ്രിപ്പറേഷൻ ഒന്നും ലഭിക്കാതെ മത്സരങ്ങൾ കളിക്കാതെ ഇരുന്നൊരു ടീമിന്റെ ഫീലിംഗ് കിട്ടിയില്ല. തീർച്ചയായും അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ശരിയാക്കാനുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരുന്നതുമായിരിക്കും. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ അവർ തീർച്ചയായിട്ടും ഇന്റർകാശിക്ക് ഒരു മത്സരം തന്നെ നൽകി, അല്ലെ? ഇന്റർകാശി നമുക്കറിയാം ആദ്യത്തെ മത്സരത്തിൽ തന്നെ ശക്തരായ ഗോവയെ വിറപ്പിച്ചൊരു ടീമാണ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരായിരിക്കും ഫേവറേറ്റ്സ് എന്ന് ഞാൻ കരുതി. പക്ഷേ ഈ മത്സരം ഒരു 90 മിനിറ്റ് ഹോളായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ചില പാച്ചസിൽ മാത്രമേ ഇന്റർകാശിക്ക് എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ളൂ. ബാക്കിയുള്ള സമയം കൂടുതലും ഒരു ത്രെട്ടനിങ് ആയിട്ട് തോന്നിയത് ഒഡീഷനെ തന്നെയാണ്. ഒരു ഗോൾ അടിക്കാത്തടത്തോളം കാലം ആ 3 പോയിന്റ് ലഭിക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്ര ചുരുക്ക സമയത്തിൽ ഒത്തുകൂടിയ ഈ ഒരു ടീം ഇത്രയും പോലും പെർഫോം ചെയ്യുമെന്ന് ശരിക്കും ഞാൻ വിചാരിച്ചില്ല. ഒരു പക്ഷെ അവരവരുടെ കോറിനെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഈ മത്സരത്തിൽ അത്ര വലിയ പ്രതിസന്ധി ഒന്നും നേരിടാഞ്ഞത്. അമറിന്ദർ ഗോളിലുണ്ട്, തൊയ്ബയും ഡെൽഗാഡോയും സെൻട്രൽ ബാക്ക് പെയറിംഗ് ഉണ്ട്. അതിന്റെ മുന്നിൽ പൂറ്റിയും രോഹിത് കുമാറും ഉണ്ട്. രണ്ടുപേരും ഒരുപാട് മത്സരങ്ങൾ ഒരുമിച്ച് കളിച്ച് ഈ ടീമിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ട് തന്നെയായിരുന്നു രണ്ടുപേരും. ഈ പറഞ്ഞ ആക്ച്വലി എല്ലാവരും അല്ലേ, ഇത്രയും പറഞ്ഞ എല്ലാവരും. ഈ സൈഡിൽ ഈസാക്ക് ഉണ്ട്. അപ്പൊ അവരുടെ കഴിഞ്ഞ ആ ഒരു സീസണിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് താരങ്ങളെ അവർ റിട്ടൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്റർകാശി നമുക്കറിയാം അവർ ഏതൊരു ടീമിനും ഒരു ഫൈറ്റ് കൊടുക്കുന്ന ടീമാണ്. അത് ആ ഹബാസിന്റെ ഒരു ക്വാളിറ്റി, ആ ഒരു DNA ആ ടീമിൽ ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വെറുതെ കളിക്കാൻ വന്ന് വെറുതെ ടേൺ ഓവർ കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേ അല്ല ഇന്റർകാശി കളിക്കുന്നത്. അങ്ങനെ ഒരു ടീമിനെതിരെ ഒഡീഷയ്ക്ക് ചില സമയങ്ങളിൽ ഡോമിനേറ്റ് ചെയ്യാനായി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവാണ്. ഈ ഒരു സെയിം ആത്മാർത്ഥത അവർക്ക് അവരുടെ പെർഫോമൻസുകളിൽ തുടർന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിഡ് ടേബിൾ ഫിനിഷ് അവരെ കൊണ്ട് പോസിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ പ്രതീക്ഷിച്ച പോലെ ഒരുപക്ഷെ അവർ റെലഗേഷന്റെ റേസിൽ പോലും ഉണ്ടാവില്ല. കാരണം അത്രയും ഒരു ഡിഫിക്കൽട്ട് ടു ബീറ്റ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് കളിക്കുക. കാരണം കോമ്പാക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് ഡിഫൻസും നല്ല സോളിഡ് ആക്കുക. 2 മിഡ്ഫീൽഡേഴ്സ് നമുക്കറിയാം, രോഹിത് കുമാറും പൂറ്റിയും. അവരുടെ ഡ്യൂട്ടികൾ ഓഫ് ദ ബോൾ വർക്ക് ആയാലും എല്ലാം നല്ലോണം ചെയ്യുന്ന 2 പ്ലേയേഴ്സ് ആണ്. ആ ഒരു സോളിഡ് ബേസ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ ഒരുപക്ഷെ ഈ ലീഗിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടീമായി മാറിയേക്കാം. ഞാനിത് എക്സ്ട്രീം ക്വാളിറ്റിയുള്ള മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഈ ഒഡീഷ കമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ടീമുകളുണ്ടല്ലോ, അതിന്റെ ഇൻ ആൻഡ് അറൗണ്ട് ഉള്ള ടീമുകൾ, ഒരു സ്പോർട്ടിംഗ് ഡൽഹിയോ ഒരു മുഹമ്മദൻ സ്പോർട്ടിങ്ങോ ഒരു കേരള ബ്ലാസ്റ്റേഴ്സോ, അവർക്കൊക്കെ ചിലപ്പോൾ ഈ ടീമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, ഈ ഒരു സോളിഡ് ആയിട്ടുള്ള ബേസ് ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കലിംഗദേശത്തിന്റെ മുകളിലുള്ള കാർമേഘങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ടാവാമെന്ന്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒഡീഷനെ നമ്മൾ ആ റെലഗേഷൻ റേസിൽ പ്ലേസ് ചെയ്തല്ലോ, അവർക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ടീം ആ റേസിലേക്ക് ഡ്രാഗ് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ഒക്കെ പേടിയാവുന്നുണ്ടോ? അറിയാം. എന്തായാലും 1-2 ആഴ്ചയിൽ ഒരു ക്ലിയർ പിക്ചർ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഒന്നും പറഞ്ഞങ്ങനെ മുൻധാരണയോടുകൂടി ഒന്നിലേക്കും പോകാൻ താല്പര്യമില്ല, കണ്ടു തന്നെ അറിയാം. ഇനി നമുക്ക് ഇന്റർകാശിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ ഹവാസിന്റെ ഒരു DNA ഉള്ള ഒരു ടീമാണെന്ന്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഓഫ് ദ ബോൾ ഒക്കെ ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള, എതിരാളികളെ വിയർപ്പ് മുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടീമാണ് ഇന്റർകാശി. ആൻഡ് ആ ഒരു ക്വാളിറ്റിയെ ഒരുപക്ഷെ
ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് കളിക്കുന്ന ഒരു പ്ലെയർ പ്രശാന്താണെന്ന് എനിക്ക് തോന്നിയിരുന്നു. കഴിഞ്ഞ ആദ്യ മത്സരത്തിലും ഒരു ഗോള് കണ്ടെത്തി, മികച്ചൊരു ഫിനിഷിലൂടെ ഒരു ഗോള് കണ്ടെത്തി. ഈ ഒരു മത്സരത്തിലും ഇന്റർകാശി എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചോ, അവർക്ക് ഒഡീഷനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇന്റർകാശി എപ്പോഴൊക്കെ ആ ഒരു ത്രട്ടനിങ് ആയിട്ട് തോന്നിയോ അപ്പോഴൊക്കെ അതിൻ്റെ അകത്ത് പ്രശാന്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ പ്രശാന്ത് നമുക്കറിയാം ഒരു പേസ് മർച്ചന്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഭയങ്കരമായിട്ട് പേസിൽ റിലേ ചെയ്യുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ കളിക്കുമ്പോൾ. പക്ഷേ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് എനിക്കിപ്പം സൂപ്പർ ലീഗ് കേരളയിൽ ഞാൻ കാലിക്കറ്റ് FC-യുടെ ഒരു ഒട്ടുമിക്ക എല്ലാ കളികളും കണ്ട ഒരാളാണ്. പ്രശാന്തിന്റെ പെർഫോമൻസ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത ഒരാളാണ്. ആ ഒരു പ്ലെയറിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഒരു സ്പാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പുള്ളിയോട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടെ എനിക്ക് കിട്ടിയിരുന്നു. ആ ഒരു സംസാരത്തിലാണെങ്കിലും ഒരു മെച്യൂരിറ്റിയും എന്താ പറയാ, പണ്ട് നമ്മൾ കണ്ടിരുന്ന ആ ഒരു പയ്യനല്ല, ആ ഒരു യങ്സ്റ്റർ അല്ല. ഒബ്വിയസ്ലി കാലിക്കറ്റ് FC-യിൽ ഒരു വലിയ ലീഡർഷിപ്പ് റോൾ ചുമലിൽ ഏറ്റവും ഒരു പ്ലെയർ ആണ്. ആൻഡ് അതുപോലെ തന്നെ വർക്ക് ചെയ്തൊരു പ്ലെയർ ആണ്. ഈ ISL-ലേക്ക് വന്നിട്ടും ആ ഒരു സെയിം ലെവൽ ഓഫ് ക്വാളിറ്റി ആ ഒരു പ്രശാന്തിൽ നിന്ന് നമ്മൾ എന്താണോ കാലിക്കറ്റ് FC-യിൽ കണ്ടത്, ഫുള്ള് വർക്ക് ചെയ്യുക, ലൈക്ക് ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫുൾ ഇന്റൻസിറ്റിയിലാണ് ആ ഒരു 90 മിനിറ്റ് കളിക്കാൻ ശ്രമിക്കുന്നത്. എപ്പോഴാണ് ഒരു ചാൻസ് വീണ് കിട്ടുക, ആ ഒരു ചാൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നിങ്ങനെ കോൺസ്റ്റന്റ്ലി ചിന്തിച്ച് അങ്ങനെ കളിക്കുന്നൊരു എന്തോ ഒരു മനസ്സിൽ ഭയങ്കര ഒരു വാശിയോടുകൂടി കളിക്കുന്ന ഒരു പ്രശാന്തിനെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ നല്ല കാര്യമാണ്. കാരണം ഒരു മലയാളി പ്ലെയർ ഈ ഒരു ISL-ലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തി. ഇവിടെ ഒരു ഇമ്പാക്ട് 2 മത്സരങ്ങളിലും തീർച്ചയായിട്ടും ഒരു നോട്ടിസബിൾ ആയിട്ടുള്ള ഇമ്പാക്ട് പ്രശാന്ത് കൊണ്ടുവന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ ആ പ്രശാന്തിന് ആ ലൈനപ്പിൽ ഒരു സ്ഥാനം കൊടുക്കില്ല. കാരണം ഹബാസ് നമുക്കറിയാം, പുള്ളി ഒരു നോൺസെൻസ് മാനേജറാണ്. പുള്ളിക്ക് അറിയാം ആര് ഏത് പ്ലെയർ എവിടെ കളിപ്പിക്കണം, എങ്ങനെ കളിപ്പിക്കണം. പുള്ളി ആ മെറിറ്റിൽ മാത്രമേ സെലക്ഷൻ നടത്തുള്ളൂ. പുള്ളി അല്ലാണ്ട് വേറെ ആരെയും ഒരു റെപ്യൂട്ടേഷന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഇംപ്രഷന്റെ പുറത്തോ പുള്ളി കളിപ്പിക്കില്ല. ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അവർ ലൈനപ്പിൽ ഉണ്ടാവും എന്നുള്ള ഒരു മിനിമം ഗ്യാരണ്ടി ഹവാസിലുണ്ട്. ഹവാസിന്റെ ടീമിന്റെ അറ്റാക്കിലെ ഒരു മെയിൻ കണ്ണി ആവാൻ പ്രശാന്തിനായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ്. അപ്പുറത്തെ സൈഡിൽ രോഹിത് ദാനു കളിച്ചെങ്കിലും രോഹിത് ദാനുവിനേക്കാളും കുറച്ചും കൂടെ ഫിസിക്കലും കുറച്ചും കൂടെ ഡയറക്റ്റും കുറച്ചും കൂടെ പേസിയാണ് പ്രശാന്ത്. അതുകൊണ്ട് തന്നെ ഡിഫൻഡർമാരെ അൺസെറ്റിൽ ചെയ്യാനുള്ള ഒരു ഡെഡ്ലി കോമ്പിനേഷൻ പുള്ളിയുടെ ഉണ്ട്. പുള്ളി ഫിസിക്കലി നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പ്ലെയറിനെ കണ്ടറിയാം. ആ ഒരു ഇന്റൻസിറ്റിയും ആ ഒരു ക്വിക്ക് ആയിട്ടുള്ള ആക്സലറേഷനും ഒരു എക്സ്പ്ലോസീവ് സംഭവം വേണം വിങ്ങേഴ്സിന്. അതാണ് അവരെ ഒരു നോർമൽ വിങ്ങറിൽ നിന്ന് ഒരു കുറച്ചും കൂടെ ഒരു ലെവൽ കൂടിയ വിങ്ങറാക്കുന്ന ആ ഒരു എക്സ്പ്ലോസീവ് നേച്ചർ, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാധനത്തിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കണ്ടിട്ട് ഫിറ്റ്നസ് ആണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഇന്റർകാശിയിൽ ഈ 13 മത്സരങ്ങളിലും പ്രശാന്തിന് കളിക്കാൻ ഒരു വലിയ റോളുണ്ട്. അവരുടെ സീസൺ എവിടെ പോകുന്നു, അവർക്കൊരു മേ ബി ഒരു ടോപ്പ് 4-ലേക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ റെലഗേഷൻ ത്രട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. പിന്നെ മിഡ് ടേബിളിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അതാണ് ഈ ഹബാസിന്റെ മെന്റാലിറ്റി. ലൈക്ക് പുള്ളി ഒരിക്കലും വിചാരിക്കുന്നുണ്ടാവില്ല നമ്മളൊരു പുതിയ ടീമാണ് ഇങ്ങനെ കയറി വന്നതാണ്, നമുക്കൊരു മിഡ് ടേബിളിൽ സെറ്റിൽ ചെയ്യാം, അങ്ങനെയൊന്നും പുള്ളി വിചാരിക്കില്ല. പുള്ളി ആ ഗോ ആയിട്ടുള്ള പെർഫോമൻസ് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ചില ടീമുകൾ, ഈ ലീഗിലുള്ള ചില ടീമുകൾ ആർ ദെയർ ഫോർ ദ ടേക്കിംഗ്. നമ്മളൊന്ന് പുഷ് ചെയ്താൽ അവന്മാരെ നമുക്ക് അടിക്കാമെന്നുള്ള സാധനം ഹബാസിന്റെ മൈൻഡിൽ എന്തായാലും ഉണ്ട്. അപ്പൊ ഹബാസ് പുറത്തിത് പറഞ്ഞില്ലെങ്കിലും പുള്ളിക്കറിയാം ഈ ചില ടീമുകളെ വിറപ്പിക്കാനായാൽ തീർച്ചയായിട്ടും ഒരു ടോപ്പ് 4-ലോ അല്ലെങ്കിൽ ഒരു ടോപ്പ് 5, ടോപ്പ് 6-ൽ മിനിമം ഫിനിഷ് ചെയ്യാമെന്നുള്ള ഒരു ധാരണ പുള്ളി അത് വിശ്വസിക്കും. പുള്ളി അത് പുറത്ത് പബ്ലിക്കലി പറയില്ലായിരിക്കും, പക്ഷെ പുള്ളിയുടെ ടീമിന്റെ അടുത്ത് പറയണ്ടാവും, നിങ്ങൾ നോക്കിക്കോ, ഈ ഗോയനെ നമുക്ക് ഇങ്ങനെ പിടിക്കാമെങ്കിൽ വേറെ പല ടീമുകളെ നമുക്ക് തോൽപ്പിക്കാം, നമ്മൾ ടോപ്പ് 6-നെങ്കിലും ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ കളിക്കണമെന്ന് പുള്ളി എന്തായാലും പറയും. കാരണം പുള്ളി ഒരു വിന്നിങ് മൈൻഡുള്ള കോച്ചാണ്, ഇന്ത്യൻ ഫുട്ബോളിൽ സക്സസ് കണ്ടിട്ടുള്ളൊരു കോച്ചാണ്. ഈ ഒരു 2026-ലും അങ്ങേര് റെലവൻ്റ് ആണെന്നുള്ളത് തന്നെ ഒരു വലിയ സംഭവമാണ്. കാരണം ആദ്യമൊക്കെ ഇന്ത്യൻ ഫുട്ബോളിൽ ഹബാസ് വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ISL-ൽ പുള്ളിനെ കാണാൻ പറ്റുമെന്ന്. ഒബ്വിയസ്ലി പുള്ളിക്ക് സക്സസ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് നല്ലൊരു ടീമിനെ കിട്ടി, പുള്ളി ആ ടീമിനെ കൊണ്ട് കപ്പടിപ്പിച്ചു, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞും ഹബാസ് ISL-ൽ റെലവൻ്റ് ആയിട്ട് നിൽക്കുമെന്ന്. പക്ഷെ ഇന്നും 2026-ലും ഈ ഒരു സമയത്തും ആ മുതൽ ഇവിടെ റെലവൻ്റ് ആണെന്നുള്ളത് പുള്ളിക്ക് ഒരു വലിയ സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം അത് ചില്ലറ പരിപാടിയൊന്നുമല്ല. ഒരു ടീമിനെ ഐ ലീഗിൽ നിന്ന് പൊക്കിക്കൊണ്ടെന്ന് അവരിവിടെ കൊണ്ടുവന്ന് കമ്പീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. അപ്പൊ അതിനെന്തായാലും പുള്ളി ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. പ്രശാന്തിൽ നിന്ന് ഒരുപക്ഷെ ഹബാസിന്റെ ആ ഒരു മെന്റാലിറ്റിയും പ്രശാന്തിന്റെ ഈ ഒരു റിസർജൻസ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ 2 കാര്യങ്ങളും കൂടെ കമ്പൈൻ ആയി കഴിഞ്ഞാൽ
ഇന്റർകാശിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഒഡീഷ ഇത്രയും നല്ലോണം കളിച്ചെങ്കിൽ എന്തുകൊണ്ട് അവർ ജയിച്ചില്ല? എവിടെയാണ് അവരുടെ ആ ഒരു ചാലഞ്ച്? ടി ജി പുരുഷോത്തമനും ജോ പോളഞ്ചേരിയും ഏത് കാര്യത്തിലായിരിക്കും കുറച്ചും കൂടെ കൺസേൺ ആവാനുള്ള സാധ്യത? ഓബിയസ്ലി ഇങ്ങനെ ഒരു ചെറിയ ക്യാമ്പിന് ശേഷം ഒത്തുകൂടിയ ഒരു ടീം എന്ന രീതിക്ക് വലിയ കൺസേൺ ഒന്നും ഉണ്ടാവില്ല. കാരണം അവർ ഇന്നത്തെ പെർഫോമൻസിൽ നല്ല ഹാപ്പി ആയിരിക്കും. ഹോമിൽ തോൽക്കാതെ തുടങ്ങുക, ഒരു പോയിന്റ് കിട്ടുക, ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കുക. പുള്ളി തന്നെ കളിക്ക് മുമ്പ് പറഞ്ഞിരുന്നു, എന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ജസ്റ്റ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ടീമിനെ കൊണ്ട് എന്താ ചെയ്യിക്കാൻ പറ്റുക അത് ജയിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ഒരു തുടക്കം തന്നെയാണ്. പക്ഷെ എന്തായാലും എനി ടീം, ഏത് ക്ലബ്ബായാലും അവർക്കൊരു റൂം ഫോർ ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ. എവിടെ ഇപ്പൊ ഈ മത്സരം നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് ജയിക്കാമായിരുന്നു എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഏതൊരു കോച്ചും ലോക ഫുട്ബോളിലെ ഏതൊരു കോച്ചും അതൊരു മത്സരത്തിന് ശേഷം നടത്തും. കളി തോറ്റാലും ഡ്രോ ആയാലും സമനില ആയാലും എന്താണ് നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക? ആ ഒരു കാര്യത്തിനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഗോളുകൾ അവിടെ നിന്ന് വരും എന്നുള്ളതാണ്. കാരണം ആ ഒരു സെൻട്രൽ ഫോർവേഡ് ഏരിയയിൽ നമുക്കറിയാം വലിയൊരു ആബ്സെൻസ് അവർക്കുണ്ട്. അങ്ങനെ ഒരു ഓപ്പണിംഗ് അവിടെ കിട്ടിയപ്പോൾ അതിലേക്ക് വന്നൊരു പ്ലെയറാണ് റഹീം അലി. റഹീം അലിക്ക് ഇങ്ങനെ ഇതിലും വലിയൊരു ഗോൾഡൻ ചാൻസ് ഇല്ല. ലൈക്ക് ഒരു ടീമിന്റെ ലീഡിങ് സെന്റർ ഫോർവേഡ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇത്രയും ത്രൂ ഔട്ട് കളിക്കാൻ ഇനി ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഈ ഒരു പെർഫോമൻസിൽ ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരാനായില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒരു കാലത്ത് യൂത്ത് ലെവലിലൊക്കെ ഒരുപാട് റേറ്റ് ചെയ്ത് പിന്നെ എങ്ങോ മറിഞ്ഞു പോയ ഒരു പ്ലെയർ ആയിട്ട് നമ്മളെല്ലാവരും മറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു മത്സരത്തിലും റഹീം അലി ആ ഒരു ടാർഗറ്റ് മാൻ അല്ലെങ്കിൽ ഒരു സെന്റർ ഫോർവേഡിന്റെ റോള് ഒട്ടും ഭംഗിയായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയില്ല കളി കണ്ടപ്പോൾ. രാഹുൽ കെ പി ഉണ്ട്, രാഹുൽ കെ പിക്കും ഈ സെയിം സംഭവം തന്നെയാണ്. രാഹുൽ കെ പിക്കും ഈ ഒരു പൊട്ടൻഷ്യൽ ഒരു യൂത്ത് ലെവലിൽ ഭയങ്കര ഒരു എക്സ്പ്ലോസീവ് ടാലന്റ് എന്നൊക്കെ ഉള്ള ഒരു പേര് വീണിട്ട് ഇനി അത് സീനിയർ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ടൈമാണ്, അതൊരു അവസരമാണ്. ഇവിടെ പ്രഷറില്ല, കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന പോലത്തെ ഒരു പ്രഷറില്ല. അങ്ങനെ ഒരു വലിയൊരു അവസരമാണിത് ഇവർക്ക് രണ്ടുപേർക്കും. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം മലയാളി കോച്ചിങ് ഗ്രൂപ്പും ആ ഒരു മെന്റർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതും കൂടെ ഒക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു വലിയ അവസരം തന്നെയാണിത്. ഇവർ രണ്ടുപേരും ഇന്ന് ഈസാക്ക് ഈ സൈഡിൽ അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു സീസണിലോ അതിന് മുമ്പ് ഈസാക്ക് ഏറ്റവും നല്ലോണം ലൊബേറയുടെ കീഴിൽ കളിച്ചപ്പോഴൊക്കെ ഉള്ള ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഉള്ളതിൽ ഭേദമായിട്ട് ഈസാക്ക് ഇന്ന് കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആൻഡ് ആ പ്ലെയർ ബെറ്റർ ആവും, അത് ഉറപ്പാണ്. ഇപ്പൊ ഈ ഒരു പ്രീ സീസണൊക്കെ കുറച്ച് സ്റ്റോപ്പ് സ്റ്റാർട്ട് അങ്ങനത്തെ രീതിയിലായതുകൊണ്ടായിരിക്കാം ആ ഒരു ഫുൾ പെൽറ്റിൽ നമുക്ക് ഈസാക്കിനെ കാണാൻ പറ്റാത്തത്. പക്ഷെ ഈസാക്ക് എന്ന് പറഞ്ഞ പ്ലെയറിനെ എനിക്കറിയാം. ഞാൻ ഐസ്വാളിൽ ഞാൻ ഉള്ളപ്പോൾ ആ ക്ലബ്ബിൽ കളിച്ച പ്ലെയറാണ് ഈസാക്കും പോളും ഒക്കെ. ഞാൻ പണ്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഫസ്റ്റ് കളി ഞാൻ ഈസാക്കിന്റെ കാണുന്നത് മോഹൻ ബഗാനായിട്ടാണ്. അത് ഐ ലീഗിൽ മോഹൻ ബഗാൻ ഉള്ളപ്പോൾ ടൈമാണ്, മറ്റേ ജോസെബ ബേറ്റിയും ഫ്രാൻ ഗോൺസാലസ് ഒക്കെ അവരൊക്കെ കളിക്കുന്ന ടൈമിൽ. അന്ന് ലിറ്ററലി ആ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ഈസാക്ക് ആയിരുന്നു. ലൈക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്ലെയറിനെ കാണുന്നത്. ലിറ്ററലി ലൈക്ക് അമ്മാതിരി ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. ISL നമ്മൾ കണ്ടാണ്. ഞാൻ അത് കൂടുതൽ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അപ്പൊ ആ സൈഡിൽ ആ ക്വാളിറ്റി വരുമ്പോൾ ഈ ബാക്കിയുള്ള ആ ഫ്രണ്ട് ത്രീ അതിനോട് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. സുഹൈർ നമുക്കറിയാം ഭയങ്കര ഒരു നല്ല പ്ലെയർ തന്നെയാണ്, തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്, ടീമിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്ന പ്ലെയറാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിലും പുള്ളി പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു. എന്തോ ഫിറ്റ്നസ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവാം, കാരണം പ്രീ സീസൺ നല്ലോണം വന്നിട്ടില്ല, അതിൻ്റെയൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ സുഹൈർ അപ് ടു സ്പീഡ് ആവാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അപ് ടു സ്പീഡ് ആയാലും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, പഴയ ആ ഒരു നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നും അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇവര് രണ്ടുപേരും, ഈ റഹീം അലിയും രാഹുൽ കെ പിയും പെർഫോം ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും അവരുടെ റോ ക്വാളിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ആട്രിബ്യൂട്ട്സ് ഉള്ള പ്ലെയേഴ്സ് ആണ്. പക്ഷെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. ഈ റഹീം അലിയും രാഹുൽ കെ പിയും ഇന്നൊരു ഒന്ന് രണ്ട് സ്റ്റെപ്പ് പിന്നിലായിരുന്നു. ഇത് അഗെയിൻ ഞാൻ പറയുകയാണ്, ഇത് നമ്മൾ ഒരു ചെറിയ പ്രീ സീസണിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. ഈ രാഹുൽ കെ പിയുടെയും റഹീം അലിയുടെയും കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഇത്രയും പിൻ പോയിന്റ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് അവർ കളിച്ചിരിക്കുന്ന ക്ലബ്ബുകളിൽ തന്നെയുള്ള ഫാൻസിന് അവരുടെ ഔട്ട്പുട്ടിനെ കുറിച്ച് കൺസേൺസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് അവർ ഒരു യൂത്ത് ലെവലിലോ അല്ലെങ്കിൽ പല ഇന്ത്യൻ നാഷണൽ ടീമിലോ എവിടെയൊക്കെയോ കാണിച്ചിരിക്കുന്ന പെർഫോമൻസുകളുടെ അത്രയും അവർ ഈ ക്ലബ്ബുകൾക്ക് വേണ്ടി കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു സംഭവമുണ്ട്, ഒരു സംസാരമുണ്ട് എന്തായാലും. ആ ഒരു സ്ഥിതിക്ക് അവർക്ക് ഇതൊരു ക്രൂഷ്യൽ സീസണാണ്. ഇങ്ങനത്തെ ഒരു സീസണിലേക്ക് വരുമ്പോൾ എന്തായാലും ഒഡീഷനെ സംബന്ധിച്ച് വേറെ ഫോറിൻ പ്ലെയറോ ആരും അവിടെ കളിക്കാനില്ല. അപ്പൊ അവർക്ക് എന്തായാലും മിനിറ്റ്സ് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അവർക്ക് പെർഫോം ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ISL സീസണിലെ ഏറ്റവും വലിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ രണ്ട് താരങ്ങൾക്ക്. കാരണം അവരുടെ കരിയർ ഒരു പക്ഷേ യൂത്ത് ലെവലിൽ നിന്ന് ഇങ്ങനെ പോകേണ്ടിയിരുന്ന ഒരു കരിയർ ആ ഒരു ഗ്രാഫിലേക്ക് പോയിട്ടില്ല. ഇങ്ങനെ പോയി ഒരു പാരലൽ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം.
എന്നാലാണ് ക്ലബിനും അവർക്കും നാഷണൽ ടീമിനും എല്ലാത്തിനും ഗുണമുള്ളൂ. അപ്പൊ അതാണ് ഈ മത്സരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇന്റർകാശി ആയിട്ടാണ്, ശനിയാഴ്ച കലൂർ വെച്ച്. ആ ഒരു മത്സരത്തിന്റെ പ്രീവ്യൂ വീഡിയോ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഒഡീഷ ഈ സീസൺ റെലഗേഷനിൽ ഉണ്ടാവുമോ? ഇന്റർകാശിക്ക് ആ ഒരു ടോപ്പ് 6 ഫിനിഷ് പോസിബിൾ ആണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കണ്ട. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.